NDA വിജയിച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി ഗുരുവായൂരിനെ വാരണാസി പോലെയാക്കുന്ന വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഗുരുവായൂരിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുവായൂർ വിരോധികളായ ഇടതുവലതു കംസന്മാരെ തോൽപ്പിച്ച് NDA സ്ഥാനാർത്ഥി വിജയിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. ഗുരുവായൂരിന് എന്തെല്ലാം വേണമെന്ന് കേന്ദ്ര സർക്കാർ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴും സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തില്ല. 2014 ശേഷം പുതിയൊരു പദ്ധതി പോലും ആവശ്യപ്പെടാൻ നഗരസഭയോ ദേവസ്വമോ തയ്യാറായില്ല. 1980 മുതൽ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ വിരോധികളായ ബാഹ്യശക്തികളാണ് അജണ്ട നിശ്ചയിക്കുന്നത്. പെരുമാറ്റച്ചട്ടം ലംഘിച്ച് നിരോധിത മേഖലയായ ഗുരുവായൂർ ക്ഷേത്രനടയിലും പരിസരത്തും പോസ്റ്റർ, വീഡിയോ പ്രചരണം നടത്തിയ LDF സ്ഥാനാർത്ഥിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു. മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും 10 രൂപയ്ക്ക് 3 നേരവും ഭക്ഷണം നൽകുന്ന നമോ കഫേകൾ ആരംഭിക്കുന്നതടക്കം ഗുരുവായൂരിന്റെ വികസന രേഖയുടെ പ്രകാശനം ബി ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. NDA നിയോജകമണ്ഡലം കൺവീനർ ദയാനന്ദൻ മാമ്പുള്ളി, നിയോജകമണ്ഡലം ഇൻചാർജ് അനീഷ് ഇയാൽ, BJP ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത്, KR ബൈജു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രചരണം നടത്തിയിട്ടുണ്ട്, വീഡിയോ പ്രചരണം നടത്തിയിട്ടുണ്ട്. എന്താണോ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണം, ആ ആരോപണങ്ങളെല്ലാം ഒരു പരിധിവരെ ഇടതുപക്ഷ MLA ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ MLAക്കെതിരെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി സമർപ്പിക്കുന്നു. ലീഗിനെ തടയാൻ CPM-ന് കഴിയില്ല. ലീഗും CPM-ഉം സയാമിസ് ഇരട്ടകളാണ്. രണ്ടും ഒരു ബീജത്തിന്റെ സന്തതികളാണ്. രണ്ടിന്റെയും DNA ഒന്നാണ്. MLA ആയി ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ അഥവാ NDA സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഗുരുവായൂർ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, വികസന കാര്യത്തിൽ നരേന്ദ്രമോദി നേരിട്ട് ഈ ഗുരുവായൂരിൽ വന്ന് ഇവിടുത്തെ വികസനത്തിന്റെ മാർഗരേഖകൾ ആരാഞ്ഞ് അത് വാരണാസി പോലെ ഗുരുവായൂരിനെ ആക്കും.